ദുൽഖറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഡൗൺ ടു ദ എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന 3 നായകന്മാരുടെ പേര് വെളിപ്പെടുത്തും. ദുൽഖർ, ടോവിനോ, മമ്മൂക്ക. അറ്റ് ദ ഏജ് ഓഫ് 17 ഞാനത് എൻ്റെ ലൈഫിലെ ഒരു ബിഗ് ക്രൈസിസ് ആണ് ഉണ്ടായത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിലാണ് അതിനെ വളച്ചൊടിച്ച് വേറെ സിനിമാക്കാരെ വരെ ആക്കി കളഞ്ഞു. എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തു ഞാൻ. എനിക്കൊരു കരിയർ ആയിരുന്നു എനിക്ക് എപ്പോഴും വലുത്. ടിൽ ഇപ്പൊ ഈ ഒരു ടൈം വരെ ഞാൻ അതിന് വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് ബീർ കുടിക്കണ ഒരു സീനും ഉണ്ട്. അത് കൽപ്പന ചേച്ചി നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട്. അപ്പൊ എന്താ നിങ്ങൾ കുടിച്ചത്? നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഹാപ്പി ഫീസ് ആണോ? ഹാപ്പി ഫീസ് ആണ് ബീർ ഒപ്പിക്കാത്ത. ശരിക്കും ഹാപ്പി ഫീസാ കുടിച്ചത്. നടി മൈഥിലി ആത്മഹത്യക്ക് ശ്രമിച്ചതായി വാർത്ത. എന്റെ ദൈവമേ, എന്റെ ചത്താലും ഞാൻ ചാവൂലാട്ടോ. കാണാമുള്ളുൾ നീറും നോവാണനുരാഗം. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈഥിലി ഡാൻസർ ആണ് എന്ന് എനിക്കറിയാം. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പാട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്നാണ്. പാടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിന് പാടിക്കൊടുക്കുന്ന പാട്ട് തന്നെ പാടൂ. ദൈവമേ, സമ്പത്ത് എനിക്കാ പാടിത്തരുന്നത്. ആണോ? എന്താ സമ്പത്ത് ഏറ്റവും കൂടുതൽ തവണ പാടിത്തന്ന പാട്ട് ഏതാ? ഏതാ? ആണോ? അത് എപ്പോഴും പാടിത്തരുന്ന പാട്ടല്ലേ? എന്നാ ഞാൻ പറയട്ടെ വേറൊരു പാട്ട്. മൈഥിലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. മൈഥിലി എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നതാണ്. പണ്ടത്തെ ഒരു പാട്ട്, ഇന്ദു പുഷ്പം. ഓ, പണ്ടല്ലേ? ഇപ്പൊ ആ പാട്ടൊന്നും അല്ലേ പാടുന്നേ? ഇപ്പൊ കൊറേ നാളായി ആ പാട്ട് പാടിയിട്ട്. ആണോ? എന്നാ ഇപ്പൊ ആ പാട്ട് പാടും. പാട്ട് പാടി കൊളവാക്കണോ? അതൊന്നും സാരില്ല, അതൊന്നും സാരില്ല. ലെറ്റ്സ് സിംഗ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നമുക്ക് ഒരുമിച്ച് പാടോത്. പഠിക്കോ പഠിക്കോ, കേക്കട്ടെ. പുഷ്പോ വേറെ ഏതെങ്കിലും പാടോ? എന്നാ ഇഷ്ടമുള്ള പഠിക്കോ. വേറെ ഏത് പാട്ടോ? എന്നാ മോന്റെ നീലിനെ ഏറ്റവും കൂടുതൽ പാടി കൊടുക്കുന്ന പാട്ട് ഏതാ? നീലിനോ? ഇല്ലുമിനാറ്റി. അത് പാടും. അവനടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇല്ലുമിനാറ്റി വായിച്ചെഴുതി എന്ന് പറയുമ്പോഴാണ് അവൻ നിർത്തുന്നത്. ആണോ? എന്നാ അത് പഠിക്കും. ഇല്ലുമിനാറ്റി. എന്നാ ശരി, പഠിക്കാം അത്. ഇല്ലില്ല. പിന്നെ ഏത് പാട്ടാ? ഒരു പാട്ട് പറഞ്ഞാ? അല്ല, സമ്പത്ത് പാടി തരുന്ന പാട്ട് ഏതാ? സമ്പത്ത് പാടി തരുന്നയോ? എന്നാ അടുത്ത സെഗ്മെന്റിൽ പാടാം. ഓക്കെ, ശരി. അടുത്ത ഒരു സെഗ്മെന്റ് പാട്ട് ഓർത്ത് വെക്ക്. ഓക്കെ, ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാല് അടുത്ത സെഗ്മെന്റ് സ്റ്റോപ്പ് ദിസ് ന്യൂസ് എന്നുള്ളതാണ്. അതായത് മൈഥിലിനെ കുറിച്ച് തന്നെ ഓരോ വാർത്തകളും ഇതിനു മുമ്പേ തന്നെ ഓരോരോ പേജുകളിലും അല്ല ഓരോരുത്തും മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസ് അതിനെന്താണെന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഡ് ചെയ്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും എടുത്തിട്ട് വേണ്ടട്ടോ, നോക്കാം എന്താണെന്ന് വെച്ചാൽ. അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം. കിട്ടിയ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിച്ചത് മൈഥിലി. കിട്ടിയ അവസരങ്ങൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച അങ്ങനെ ഒരു ന്യൂസ്. അങ്ങനെയൊക്കെ ന്യൂസ് ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അല്ല, അപ്പം അത് അങ്ങനത്തെ ഒരു ന്യൂസേ ഇല്ല. ഇതൊന്നും സത്യമല്ല. ചോദിച്ചു അല്ല, ഇതെന്താണ് ചോദിച്ചു വാങ്ങിക്കാൻ? ചെയ്ത സിനിമകളിൽ പലതും റിഗ്രറ്റ് തോന്നിയവ തുറന്നു പറഞ്ഞ മൈഥിലി. ചെയ്ത സിനിമകൾ പലതും റിഗ്രറ്റ് ഒന്നും ഇല്ല എനിക്ക്. ചെയ്ത സിനിമ ഇല്ല. ചെയ്തത് ചെയ്തു കഴിഞ്ഞു. ലൈക്ക് ഇപ്പൊ ഇതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും സൈഡിൽ there is a good side and bad side. എല്ലാവർക്കും ഉണ്ട് നല്ല മൂവീസും ബാഡ് മൂവീസും. അപ്പൊ അതിനകത്ത്
ഇത് പറഞ്ഞപ്പോ മൈറ്റില് ഏതോ ഒരു സിനിമയില് സ്മോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അത് അന്ന് പോസ്റ്ററിലൊക്കെ നിറയെ ഒട്ടിച്ചുകൊണ്ട് അന്ന് കുറെ അത് ഇഷ്യൂ ആയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ന്യൂസ് ഒക്കെ വന്നില്ലേ? അതിനെ കുറിച്ച് എന്താ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു മാറ്റ്നിയുടെ ടൈമില് അതില് സ്മോക്ക് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിക്ചർ സ്കൂളിന്റെ പരിസരങ്ങളില് ഇവര് കൊണ്ടുപോയി ഒട്ടിച്ചു. അതാണ് അന്ന് പോസ്റ്ററിന്റെ ഇഷ്യൂ അതങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി. അപ്പൊ അത് നമുക്ക് അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അതൊരു അങ്ങനെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമൊന്നും അല്ല. ഇറ്റ്സ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ അത് ഒരു നല്ലൊരു മെസ്സേജ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അത് കുട്ടികളിലോട്ട് എത്തരുത്, അല്ലെ അങ്ങനത്തെ ഒരു ന്യൂ ജനറേഷനിലോട്ട് എത്തരുത് എന്നുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് വന്നത്. അതേപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് ബീർ കുടിക്കണ ഒരു സീനും ഉണ്ട്. അത് കൽപ്പന ചേച്ചി നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട്. അപ്പൊ എന്താ നിങ്ങൾ കുടിച്ചത്? നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഹാപ്പി ഫീസ് ആണോ? ഹാപ്പി ഫീസ് ആണ് ബീർ ഒപ്പിക്കാത്ത. ശരിക്കും ഹാപ്പി ഫീസാ കുടിച്ചത് ആണല്ലേ? ഓക്കെ, ശരി. അടുത്തത്, നടി മൈഥിലി ആത്മഹത്യക്ക് ശ്രമിച്ചതായി വാർത്ത. എന്റെ ദൈവമേ, എന്റെ ചത്താലും ഞാൻ ചാവൂലാട്ടോ. ഞാൻ മരിച്ചു വരെ വാർത്തയെ കേട്ടിട്ടുണ്ട് ആക്ച്വലി. ആണോ? എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. മരിച്ചോ മൈഥിലി? ഞാൻ തന്നെ സംസാരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാ മൈഥിലി ഇങ്ങനെയൊക്കെ ഉണ്ടായത്? ഇതൊക്കെ 2000 എനിക്ക് തോന്നുന്നു 12, 30 അല്ല 10 ഒക്കെ കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. 2010 ആ കാലഘട്ടത്തിലൊക്കെയാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇത് വരുമ്പോ ഇന്നത്തെ പോലെ ചിരിച്ചു ഞാനോ മരിച്ചോ എന്നുള്ള അങ്ങനെയാണോ അന്ന് അതൊക്കെ കേട്ടപ്പോ ആ ന്യൂസിനൊക്കെ? വിളിക്കുന്നവര് ഭയങ്കര സങ്കടത്തിലാണ് വിളിക്കുന്നത്. തോന്നി ചോദ്യത്തിന് പ്രസക്തിയില്ല എന്തൊക്കെയാണല്ലേ പറഞ്ഞത്. ജീവിച്ചിരി പച്ചയോളം നിക്ക, പക്ഷെ ന്യൂസ് വരണത് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ വരും. അതാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ ഓരോന്നും കണ്ടിട്ട്. മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. പ്രണയിച്ചു ചതിച്ച സംവിധായകനെ കുറിച്ച് മൈഥിലി. ഏത് സംവിധായകനാ? എന്ത് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള എഴുതി പിടിക്കുന്നത്. ഇതേ ഓരോ ന്യൂസും പറഞ്ഞത്. അടുത്തത്, താരസംഘടനകളോട് എതിർപ്പില്ല, എന്നാലും പറയേണ്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും. താരസംഘടനകളോട് എനിക്ക് എതിർപ്പില്ല, പറയേണ്ടത് ഞാൻ പറയും. ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഓക്കെ. ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ചോദ്യം. ഈ ചോദ്യം ഇതാണ്: WCCയുടെ ആദർശങ്ങളോട് എനിക്ക് പൂർണ്ണമായ വിയോജിപ്പാണ് മൈഥിലി. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിയോജിപ്പാണെന്നോ? എനിക്കങ്ങനെ ആരോടും വിയോജിപ്പൊന്നുമില്ല, ആരോടും പേഴ്സണലി ഒന്നുമില്ല എനിക്ക്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ WCC തുടങ്ങിയതോ ആരൊക്കെയാണ് തുടങ്ങിയതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നെ ഇതിനകത്തോട്ട് വിളിക്കുവോ അല്ലെ ഇങ്ങനെ ഒരു സംഘടനകൾ ഇങ്ങനെ എല്ലാരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത കാര്യം പറയാത്തല്ലേ നല്ലത്. അപ്പം എനിക്ക് അതുകൊണ്ട് WCCനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2018 എൻ്റെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് പോലും ഇവരില് ആരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മൈഥിലിക്ക് എല്ലാവിധ സപ്പോർട്ടും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ അടക്കമുള്ള ആൾക്കാര് ഈ സംഘടനയിലുണ്ട്. ഒരാൾ പോലും എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണ് മൈഥിലി ഇഷ്യൂ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എന്താണ് നിങ്ങക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങക്ക് തോന്നുന്നത്? അതെ, നമുക്കൊരു എനിക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞാല് പബ്ലിക് അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനത് എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് അവരോട് ആരോടും ഒരു എതിർപ്പും ഇതും ഒന്നുമില്ല. എല്ലാവരോടും നാളെ കാണേണ്ടവരാണ്, നാളെ വർക്ക് ചെയ്യേണ്ടവരാണ്. ആരോടും ഒരു ഇതുമില്ല. അപ്പം ഓക്കെ, അങ്ങനെ നമ്മുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഫൺ സെഗ്മെന്റിലേക്ക് പോകാം. അപ്പൊ ഇനി മൈഥിലി, നമ്മൾ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ചക്കം പക്കം. അതാണ്. ചക്കത്തില് ഫുൾ ചോദ്യങ്ങളാണ്, പക്കത്തില് ഫുൾ ടാസ്കുകളാണ്. അപ്പം അതിലെ ചോദ്യം വരുമ്പോൾ അതിന് ഇതാ കാണിക്കാനായിട്ട് യെസ് അല്ലെങ്കിൽ നോ കാണിക്കാം. ഓക്കെ. എന്നിട്ട് കുറച്ച് ടാസ്കുകളൊക്കെ വരും കേട്ടോ. ആൻസർ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഒരു ചക്കത്തിന് ഒരു പക്കം എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചക്കം ഇതാണ്: എന്നെ എന്താ ഇപ്പോ ആരും സിനിമയിൽ വിളിക്കാത്തത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്.
എന്നെ എന്താ ഇപ്പോൾ ആരും സിനിമയിൽ വിളിക്കാത്തത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. നോ, ചോദിച്ചിട്ടില്ല. ഇല്ല. ശരി, അപ്പൊ നമ്മൾ ഇനി അടുത്ത പക്കം ഒരു മെലഡി സോങ് പാടുക. ഡിങ് 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 ഡിങ്. മുമ്പ് എന്നോട് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്താണ്. ഇനി ഇപ്പൊ പാടിയേ പറ്റൂ. ഏത് പാട്ടാ പാടുന്നേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു പാട്ട് വരും, ആ പാട്ടങ്ങ് പാടുക. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ബ്യൂട്ടിഫുൾ. അങ്ങനെ നല്ലൊരു ഗായികയും കൂടിയാണ് മൈഥിലി എന്ന് നമ്മളിപ്പോ കണ്ടു. നമുക്ക് അറിയണ കാര്യമാണ് കേട്ടോ, ഓൾറെഡി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. നല്ലൊരു ഡാൻസറും നല്ലൊരു ഗായികയും നല്ലൊരു ആക്ടറും ഒക്കെയാണ്. അപ്പൊ അടുത്ത ചക്കം, ഇന്റർവ്യൂ ചോദിച്ച് വിളിച്ചയാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നോ. അപ്പൊ അടുത്ത പക്കം, സ്വന്തം വാട്സാപ്പില് നിലവിൽ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറയുക. എന്റെ വാട്സാപ്പില് ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ബ്ലോഗ് ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ആ, ഞാൻ ആകെ അതിനകത്ത് കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. സംസാരിക്കുള്ളൂ. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഓക്കെ, ശരി. സ്വന്തം സിനിമ ടി വിയിൽ വരുമ്പോൾ സിനിമ വീണ്ടും കണ്ട് അഭിനയം സ്വയം വിലയിരുത്തിയിട്ടുണ്ട്? ഇല്ല. ഇല്ല. ഞാൻ അങ്ങനെ ഒരു തവണ കണ്ടിട്ട് പിന്നെ എനിക്കിനി അടുത്ത പടം ചെയ്താ മതി എന്നാണ്. കൂടുതൽ കണ്ടോണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത പടം ഇനി ചെയ്യണം. നോ കാണിച്ചോ? നോ, ഇല്ല. അപ്പൊ അങ്ങനെ കണ്ട് നോക്കാറില്ല. ശരി. കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന 3 നായകന്മാരുടെ പേര് വെളിപ്പെടുത്തുക. അതാണ് ടാസ്ക്. കൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആക്ടേഴ്സിന്റെ പേര്, 3 നായകന്മാരുടെ പേര് പറയാം. ദുൽഖർ, 2, ടോവിനോ, 3. പിന്നാരാ ഇഷ്ടമുള്ളവരാ? മമ്മൂക്ക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, കൂടെ അഭിനയിച്ച സഹതാരങ്ങളിൽ ചിലർ ലൊക്കേഷനിൽ വെച്ചുണ്ടായ സൗഹൃദം പിന്നീട് അതേ രീതിയിൽ പുലർത്തിയിട്ടില്ല. ലൊക്കേഷൻ എന്താ? ലൊക്കേഷനിൽ നിങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നീട് അതിനുശേഷം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയുള്ളവരുണ്ടോന്നോ? ആ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആണ്? എല്ലാരും അപ്പൊ കാണും, സിനിമ ചെയ്യും, പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ മോസ്റ്റ് ഓഫ് ദം. പിന്നെ അതങ്ങോട്ട് പിന്നെ അതിലത് ഏറ്റവും റെയർ ആയിട്ടുള്ളവരല്ലേ കുറച്ചും കൂടെ ക്ലോസ് ആവത്തുള്ളൂ. അപ്പൊ യെസ് കാണിച്ചോ? യെസ്. പുലർത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ അടുത്ത അത് 1ാം ക്ലാസ്സില് കൂടെ പഠിച്ച 2 ഫ്രണ്ട്സിന്റെ പേര് പറയുക. 1ാം ക്ലാസ്സിലോ? ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ബിൻസി, സിബി മതി, 2 പേരുടെ പേര് മതി. അവരായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണോ? ബിൻസി വിളിക്കും. 2 പേരും കല്യാണം കഴിച്ച് പുറത്താണ്. ആണ്. എവിടെ അവര്? ഒരാള് എനിക്ക് തോന്നുന്നു സൗദിയിലാന്ന്, ഒരാള് ന്യൂസിലാൻഡിലാന്ന് തോട്ടാണ്. ഓക്കെ, ശരി. അന്നത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മയുണ്ട്? അപ്പൊ പിന്നെ ഇപ്പോഴും അതില് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. 8th പഠിച്ച ഫ്രണ്ട്സ് ഇവിടെ കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ആയിട്ട് ഇവിടെയുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോവാ അല്ലേ? ഓക്കെ. അടുത്തത്, മടിച്ചു ചിലരോട് സോറി പറഞ്ഞിട്ടുണ്ട്. മടിച്ചു സോറി ഉണ്ടോ? യെസ്. മടിച്ചാണ് പറയാറുള്ളത് അല്ലേ? എപ്പോഴാ അങ്ങനെ മടിച്ചല്ല, ഒരു വഴക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് സോറി അങ്ങ് നേരത്തെ പറഞ്ഞേക്കും, അങ്ങ് കോംപ്രമൈസ് ആക്കാൻ. വഴക്കൊന്നും ഇട്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി അടുത്തത് ഒരു ആക്ടിങ് സെഗ്മെന്റ് ആണ്.
എന്റെ അടുത്ത് പറയണം ഈ ചോദ്യം എനിക്ക് പേടിയാണ് എന്ന് എന്റെ അടുത്ത് പറയണം. ഞാൻ പറയണോ? അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുക, ഭയങ്കര ഭയത്തോടു കൂടി. ഇത്രയും നേരം നല്ല ചിരിച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്ന മൈഥിലിനെ കണ്ടപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർക്ക് തോന്നി ഈ കുട്ടിയിൽ എത്രത്തോളം ഭയം എന്നുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ പേടിയോടുകൂടി ഓപ്പറേഷൻ എവിടുന്നാണ് നടക്കുന്നത്? പ്രൊഡ്യൂസറിന്റെ സ്ഥലത്ത് നിന്നാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ദേഷ്യം വേണ്ട, പേടി മതി. ആ ഒരു ഭയം, പേടിയോടുകൂടി ഈ ചോദ്യം എനിക്ക് പേടിയാണ്. അങ്ങനെ ചിരിയൊന്നും വേണ്ട, ആക്ടിംഗ് സെഗ്മെന്റ് ആണ്. നല്ലൊരു ആക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ആൾക്ക് ഹ്യൂമർ ചെയ്യാനും ബാക്കി സ്ട്രോങ് ക്യാരക്ടർ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ പേടി എന്നുള്ള സംഭവം നോക്കട്ടെ. പേടിക്കണം ഞാൻ, എന്നെ പേടിപ്പിക്കുക, നീ എന്നെ പേടിക്കണം. പേടിക്കോ, എന്നെ കുറച്ച് പേടി പറഞ്ഞ സത്യമായിട്ട് രമ്യയുടെ മുഖത്ത് നോക്കിയിട്ട് പേടുന്നു. ഞാൻ എന്താ മുഖം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടീനെ അത് എങ്ങനെ പേടി തോന്നു? എന്നാ ഞാനൊരു ക്യൂട്ട് തരാം, ഞാൻ ഇങ്ങനെ ഇട്ടുതരാം. എന്തിനാ ഇത്ര പേടിക്കുന്ന മൈഥിലി? ഇത്രയും നാൾക്ക് ശേഷം മൈഥിലി വരുന്നതല്ലേ, അപ്പൊ ഇത്ര പേടിക്കുന്ന എന്തിനാ? ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ ഇത്ര പേടി വേണോ? ഞാൻ ഇവിടെ ചിരിക്കരുത് കേട്ടോ. എന്റെ മുമ്പിൽ എനിക്കെന്താ വലിയ നായിക, ഞാനാണ് ABC പോലും ഇല്ലാത്ത ആള്. എന്നിട്ട് ചിരിക്കരുത്, ഓക്കെ? ഞാൻ ക്യൂട്ട് തരാം. ഒന്ന് രണ്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എന്തിനാ മൈഥിലി ഇങ്ങനെ ഇത്രയും നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാന്ന് പറയുമ്പോ ഇത്രയും പേടിക്കുന്ന എന്തിനാ? എന്തിനാ ഇങ്ങനെ ഒരു ഭയം? പറയാൻ പറ്റൂലല്ലോ, നാളെ എങ്ങനെയാണ്, എയറിലാണോ? ഞാൻ വലിയ കുട്ടിക്ക് ഭയമേ പറ്റുന്നില്ല, പാവം. മൈഥിലി ഫുൾ ടൈം എപ്പോഴും നല്ല സ്മൈലിങ്, നല്ല ഇതാണ്. കീപ് ഇറ്റ് അപ്പ് കേട്ടെ, ഇതുപോലെ നല്ല ചിരിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പാവം കുട്ടീനെ ഒരു ആക്ടിങ് സെഗ്മെന്റ് ഒക്കെ ചെയ്യിപ്പിക്കാൻ നോക്കിട്ട് ഇതൊന്നും നടക്കൂല, ഇറേസ് ചെയ്ത് കളയാ, വേണ്ട നമുക്ക്. ശരി, അടുത്ത ചോദ്യം. അഭിനയിച്ച ഒരു സീൻ വേണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. അപ്പൊ യെസ്, ഏത് മൂവിയായിരുന്നു? അല്ല, ഏത് സീനായിരുന്നു? പല മൂവീസും തോന്നിയിട്ടുണ്ട്. ആണോ? എന്ത് ബോറായിട്ടാണ്, എന്തൊക്കെ ബോറാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. പക്ഷെ ഞാനതില് ഇതൊന്നും ഇല്ല, അതൊരു ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ശരി, മറ്റുള്ളവരാൽ സഹായിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുക. മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്ന, അതായത് ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാ കാര്യത്തിനും നമ്മളെ പോലത്തെ പുറത്തുനിന്ന് നമ്മളെ പോലത്തെ പലരുടെയും സഹായം വേണ്ടി വരും. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സൈഡോ, അവർക്ക് പഠിക്കാനാണെങ്കിലോ, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒക്കെ. അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ ചാരിറ്റി ഓർഗനൈസേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഓർഫനേജോ അങ്ങനത്തെ എന്തെങ്കിലുമായിട്ട് മൈഥിലി അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും, ശരിക്കും അവർക്ക് നമ്മുടെ സഹായം വേണം എന്ന് തോന്നില്ല? നമുക്ക് ചിലവരെ കാണുമ്പോൾ തോന്നില്ല ഇവർക്ക് ശരിക്കും മറ്റുള്ളവരുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയുള്ള ആരെങ്കിലും മൈഥിലിക്ക് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ, കുട്ടികളെയോ ഏതായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നിങ്ങൾ ചുറ്റുപാടും കണ്ണു തുറന്ന് കാണുക, അതില് നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ സഹായിക്കാൻ പറ്റുന്നു അത് ചെയ്യുക. അതിപ്പോ ആരെ അറിയിച്ചുകൊണ്ടോ ഇത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇറ്റ്സ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ചില കോ ആക്ടേഴ്സിന്റെ സ്നേഹം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ചില കോ ആർട്ടിസ്റ്റുകളുടെ സ്നേഹം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ആരുടെയാ? എല്ലാവരും. ദുൽഖറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അടുത്ത ലാസ്റ്റ് പക്കം എന്ന് വെച്ചാല് പിന്നെയും പാട്ട് പാടാൻ തന്നെയാണ്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലെ കാണാമുള്ളിൽ ആ പാട്ടില്ലേ, ആ പാട്ട് പാടിക്കോളൂ. ഏറെ ദൂരെയെങ്കിൽ നീ എന്നുമെന്നെയോക്കും മിഴിനനവിൽ പൂവണിയും വസന്തമാണനുരാഗം. ഇത് കാണാമുള്ള പഠിക്കോ? കാണാമുള്ളിൽ നീ
നോവാനുരാ. ഉം. നാളെ ഈ പാട്ടെടുത്തിട്ട് അഴക്കാനല്ലേ. ആവുന്നില്ല. കാണാമുള്ളാലുൾ നീറും നോവാണനുരാഗം. എത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് സീൻ ആയിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു അല്ലേ? മൈത്രി തന്നെ ചെയ്തിരിക്കുന്നത്. ശ്രേയാ ഘോഷില് പാടി ഇത്രയും നന്നായിട്ട് പാടിയിട്ടുള്ള സുഖം ഞാനിത് പാടി ദൈവത്തെ ഓർത്ത് എത്ര നല്ലൊരു ഈ ട്രോളൊന്നുമില്ല. നല്ല റൊമാൻറ്റിക് ആയിട്ട് നല്ല ഹിറ്റായിരുന്നു ഈ പാട്ട്. ആസിഫും മൈത്രിയും ചേർന്നിട്ടുള്ള അത് ബ്യൂട്ടിഫുൾ നല്ല ഒരു ഇത്. എന്നിട്ട് ആ പാട്ട് ഇന്നിപ്പോൾ പാടാൻ പറഞ്ഞപ്പോൾ മൈത്രി പാടിയതുണ്ടോ? എത്ര ചമ്മലോ. ഒന്നുകൂടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇല്ല, ഇത് മതി, ഇത്ര ഇത് മതി. കൊളാക്കരുത് കേട്ടോ, ദൈവത്തെ ഓർത്ത് എന്റെ ട്രോളർ. ഓക്കെ, അന്നത്തെ ആ സിനിമ ഈ പാട്ട് ഷൂട്ട് ചെയ്ത ആ സീക്വൻസും അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? ഓരോ ഇതും ഓരോ നിമിഷങ്ങളും അന്നത്തെ അട്ടകടിക്കലും ഇതും. ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു റൊമാൻറ്റിക് സീനും ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്ക് നാണവും കാര്യങ്ങള് അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക്? അയ്യോ എനിക്ക് നാണാ ഇത് ചെയ്യാൻ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇതും, നീ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രീ പ്ലാനിങ്ങും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പറയുന്നത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കൊറിയോഗ്രാഫർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മളായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ല, കൊറിയോഗ്രാഫർ പറയുന്ന പോലെ തന്നെ നല്ല കുട്ടികളായിട്ട് അഭിനയിച്ചു. അതെ, ശരി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഇത്രയും നേരം ഞാൻ കുറെ ചോദ്യങ്ങൾ വായിച്ചു, എന്നിട്ട് ആൻസർ പറയുകയായിരുന്നല്ലോ തമ്പുരാട്ടി അവിടെ ഇരുന്നിട്ട്. ഇനി ഞാൻ ചോദ്യങ്ങൾ വായിക്കില്ല, തമ്പുരാട്ടി തന്നെ ചോദ്യം വായിക്കുക, എന്നിട്ട് ആൻസർ. ഞാൻ ചോദ്യം ചോദിക്കാം. അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാണ്. ഇത് ലൈഫ് കാർഡ്സ് ആണ്. ഇതില് കുറച്ച് 4-5 കാർഡ്സ് ഉണ്ട്. ഈ ഓരോ കാർഡിനകത്തും എഴുതിയിട്ടുണ്ട്. അതെന്താന്ന് മൈത്രി തന്നെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് മൈത്രിയുടെ ഒരു ഒപ്പീനിയൻ. ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ. ആണോ? എന്നോടല്ല, എന്റെ ഉത്തരമല്ല, എനിക്കറിയണം. എന്റെ ഉത്തരമല്ലല്ലോ അറിയേണ്ടത്. എന്തായാലും രമ്യ പറ. യെസ്, ഇറ്റ്സ് എ ഫീൽ തന്നെയല്ലേ? അല്ലേ? അതെ അതെ, യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്, നോ? ബീയിങ് ലവ്ഡ്. ശരിക്കും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്ഡ്. യെസ്, തീർച്ചയായിട്ടും. അതൊരു ബ്ലെസ്സിങ് ആണ്. സംടൈംസ് വി നീഡ് ടു ആക്ട് ഇൻ അവർ ലൈഫ്. ആണോ? സംടൈംസ് യെസ്. ബിക്കോസ് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം, പല സർക്കംസ്റ്റൻസിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഫോർ എ ബെറ്റർ ബ്യൂട്ടിഫുൾ ലൈഫിന് വേണ്ടിയിട്ട്. ട്രൂ ഫ്രണ്ട്ഷിപ്പ്, യെസ്, അടിപൊളിയാണ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത്, എത്ര ഫ്രണ്ട് ഇത്ര ട്രൂ ആണെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റിയാൽ, ആ ഫ്രണ്ടിനെ മനസ്സിലാക്കാൻ പറ്റിയാൽ ശരിക്കും അത് ട്രൂ ആയിരിക്കും, അല്ലേ? എന്താ അതിനെ കുറിച്ച് പറയാ? എടാ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണോ മൈഥിലി? എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ട്രൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ട്രൂ ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വേറൊരു നമ്മളെ കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് ഫ്രണ്ട്സ്. അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോവാറുണ്ടോ? നിങ്ങൾ അങ്ങനെ ഗ്യാദർ ചെയ്യാറുണ്ടോ? ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആണ് എന്റെ ഫ്രണ്ട്സ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ അവരൊക്കെയാണ്. പക്ഷെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ആണ്. ബട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്. അടുത്തത്, can you cry without a reason? Yeah, sometimes. Because if there is no reason എന്ന് പറയാൻ പറ്റൂല.
നോ റീസൺ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ പഴയ ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോണിക്കൽ ഇംബാലൻസ് എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ടൈം ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു റീസണും ഇല്ലാതെ കണ്ണിക്കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞ് വെള്ളം വരുന്ന ടൈമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അപ്പൊ ഓക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങളുടെ ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ അത് ക്യാൻ യു ക്രൈ വിതൗട്ട് എ റീസൺ. പിന്നെ ഒരു റീസൺ ഇല്ലാണ്ട് കരയൂല, അങ്ങനെ ഒരു ടിപ്പിക്കൽ റീസൺ വേണം. ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ. ഇനിയിപ്പോ കട്ട്, ഇനി വേറെ. ഓക്കെ, ഇപ്പൊ വായിച്ച ആ കാർഡ്. ആർ യു എക്സ്പ്രസീവ്? ആണോ? വാട്ട് യു തിങ്ക്? യെസ്, യു ആർ. പിന്നെന്തായിരുന്നു? ദേഷ്യപ്പെടാറുണ്ടോ? അങ്ങനെ ഒരു ഉണ്ടോ? പിന്നെ ആണല്ലേ? പിന്നെ ദേഷ്യം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും വരുന്ന വികാരങ്ങളല്ലേ. ലോകത്ത് എല്ലാവർക്കും ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. വെൻ യു ആർ ഗുഡ് ടു മീ, ഐ വിൽ ഓൾസോ ഗുഡ് ടു യു. വെൻ യു ആർ ആംഗ്രി ടു മീ, ഐ വിൽ ഓൾസോ ഗെറ്റ് ആംഗ്രി ടു യു. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ സാധാരണ? പറ. അതെ. എവറിത്തിങ് ഈസ് എ ഗീവ് ആൻഡ് ടേക്ക്, നോ? അതെ. എവറിബഡി ഹാവ് എവറി ഫീലിങ്സ്. നമുക്ക് ആങ്കർ ഉണ്ട്, നമുക്ക് അങ്ങനെ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒട്ടും ഇങ്ങനെ പേഷ്യൻസ് ഇല്ലാണ്ട് മുൻഷുണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയില്ല അല്ലേ? മാക്സിമം നമ്മൾ ക്ഷമയോട് തന്നെ മാക്സിമം ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിട്ട് എന്നിട്ടേ പൊട്ടിത്തെറിക്കത്തുള്ളൂ. ഓക്കെ, അതെ. അടുത്തത്. Does life require a purpose and goal? Definitely. നമുക്കൊരു പർപ്പസ് വേണ്ടേ, നമുക്കൊരു ഗോൾ ഉണ്ടാവണ്ടേ, എങ്കിലല്ലേ സ്മൂത്ത് ആയിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ, അച്ചീവ്മെന്റ്സ് ഉണ്ടാവത്തുള്ളൂ. അതാണ്. ഓക്കെ. You should not give up yourself. Okay. You should move forward, walk forward. അത്രേ ഉള്ളൂ. Okay. Yes. നെക്സ്റ്റ്. അത്രേ ഉള്ളടാ. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ലൈഫ് കാർഡ്സ് എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഇനി ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. നേരത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ ഏർലി തന്നെ വന്നു അല്ലേ? പലരുമാണിക്യത്തിൽ വന്നപ്പോൾ എത്ര ഉണ്ട് പ്രായം? 18. ആ സമയത്ത് തന്നെ ഒരുപാട് എന്തൊക്കെയോ ഈ ട്രോമ, കുറെ എന്തൊക്കെയോ ടോർച്ചറിങ്ങും അതൊക്കെ ഫേസ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു ഇതിൽ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ഇപ്പം ഇങ്ങനെ ഇരുന്ന് ബാക്ക് ടു ബാക്ക് ചെയ്തിരിക്കുന്നത്? അതിന്റെ പിന്നിലത്തെ ആ രഹസ്യം അതും കൂടെ പറയൂ. അത് അറ്റ് ദ ഏജ് ഓഫ് 17 ഞാനത് എൻ്റെ ലൈഫിലെ ഒരു ബിഗ് ക്രൈസിസ് ആണ് ഉണ്ടായത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിലാണ് അതിനെ വളച്ചൊടിച്ച് വേറെ സിനിമാക്കാരെ വരെ ആക്കി കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. ഞാനത് വനിതയിൽ ഇന്റർവ്യൂവിൽ ഓൾറെഡി കൊടുത്തതാണ്, പറഞ്ഞതുമാണ്. ഞാൻ ഹയർ ഓഫീഷ്യൽസിനോട് ഞാൻ എൻ്റെ വ്യക്തമായ കാര്യങ്ങളും ഇത് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത്രയും നമ്മൾ ഏറ്റവും അല്ലെ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 17-18 വയസ്സെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല എന്താണ്. ഒന്നും അറിയാത്തൊരു ഏജിൽ നമ്മൾ ഏറ്റവും ഒരു വയലൻസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പം അത് എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തു ഞാൻ. എനിക്കൊരു കരിയർ ആയിരുന്നു എനിക്ക് എപ്പോഴും വലുത്. ടിൽ ഇപ്പോൾ ഈ ഒരു ടൈം വരെ ഞാൻ അതിന് വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. കരിയർ ബിൽഡ് ചെയ്യണം എൻ്റെ എന്ന് മാത്രമായിരുന്നു എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഓൾ ടൈം. പിന്നെ ഞാൻ എപ്പോഴും പേടിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചതാണ്. ഇനിയിപ്പം I don't want to look back. I want to move forward. I want to look forward. I don't want to look back. Okay. I want to be happy. Okay. Yes. Be happy always. Yes. Alle. You know. appo angane happy aayittu irikkaneങ്കിൽ karma is there, no? Whoever
it's there. I believe in it. Yes. ബിലീവ് ഇൻ കർമ്മ. Yeah. ഓക്കെ, അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ മൈഥിലിക്കുട്ടി തന്നെ പാടിയ, ഇപ്പൊ തന്നെ മൈഥിലിയുടെ അടുത്ത് ഓരോ പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് മൈഥിലിക്ക് എന്തൊരു നാണാണെന്നറിയോ, എത്ര നന്നായിട്ട് പാട്ട് പാടുന്നത്. ബട്ട് സ്റ്റിൽ ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സമയം ഒരു ഇതാണ്. ഇനി മൈഥിലി തന്നെ പാടിയ പാട്ടുണ്ട്, നമ്മുടെ കല്യാണ വീട്ടിലെ ആ പാട്ടില്. അയ്യോ, ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു സോളുണ്ട്. അതെന്തത്? വേണ്ട 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 വേണ്ട. എനിക്ക് ആ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു ഹാപ്പി മൂഡില് നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ നല്ലൊരു പാട്ട് പാടിയിട്ട്. ഞാൻ ഷാബാസിക്കന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏതാ ലോകത്തില്? ലോകത്തിലെ പാട്ട്. എന്നാ അത് പാട്. കനകമൈലാഞ്ചി നിറയെ തേച്ചിന്റെ വിരലു ചോപ്പിച്ചു ഞാൻ, അരികിൽ നീ വന്നു കവരുമെന്നെൻ്റെ കരളിലാശിച്ചു ഞാൻ. കിളിമര ചോട്ടിലിരുവർ നാം പണ്ട് തളിരിളം പീലിയാൽ അരുമയായി തീർത്തോരറിയ മൺവീട് കരുതി ഞാനിത്ര നാൾ. തെളി നിലാവിൻ്റെ ചിറകിൽ വന്നെൻ്റെ പിറകിൽ നിൽക്കുന്നതായി, കുതറുവാനൊട്ടുമിട തരാതിൻ്റെ മിഴികൾ പൊത്തുന്നതായി, കനവിലാശിച്ചു ഞാൻ. താങ്ക് യു സോ മച്ച് മൈഥിലി. ഇത്രയും നല്ലൊരു നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നിട്ട് ഇത്രയും നല്ല കുറേ നല്ല മൊമെന്റ്സും കുറേ നല്ല കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇനിയും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ ഈ ഒരു ആക്ടർ. അപ്പോൾ അതിൽ തന്നെ മൈഥിലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഹ്യൂമർ ഒരു കഥാപാത്രവും ബാക്കി ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലത്തെ തന്നെ നല്ല കഥാപാത്രങ്ങളും ഉടനെ തന്നെ മൈഥിലിനെ തേടി കൊടൈക്കനാലിലേക്ക് സ്ക്രിപ്റ്റുമായിട്ട് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തരണം ഇന്റർവ്യൂ. അന്നേരം ബിസി ആയിട്ട് പോകുമ്പോൾ ഇല്ല ഞങ്ങൾക്കില്ല എന്ന് പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നാളും. ഇല്ല, അല്ല ഇനി പറയുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷ് ചെയ്യണത്, പ്രാർത്ഥിക്കണത്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി Thank you, my dear. Yes. Yes. So you just keep going. Thank you so much. Yes, yes. You take care. Thank you, dear. Thank Yes, you. yes. Bye, bye, bye. Bye. Yeah.